ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ ബിരിയാണി പെട്ടെന്ന് നമുക്ക് ദമ്മൊന്നും ഇടാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ബിരിയാണി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുക്കർ എടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യും അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തു. ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തു. അത് ഒന്ന് വഴണ്ട് വരുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാനൊന്ന് അരച്ചിട്ട് ആ സവാള മൂത്തതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ ആണ്. കൂടുതലിട്ട് കഴിഞ്ഞാൽ മധുരിക്കും. അതുകൊണ്ട് നമ്മൾ സവാള ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കൂടുതൽ ടൊമാറ്റോ വരുമ്പം കറിക്ക് മധുരം വരും. പിന്നെ ഞാൻ മസാലയാണ്, ഗരം മസാല നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മസാലയാണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ ആവശ്യത്തിനുള്ള മല്ലി, മുളക്, മഞ്ഞൾ, പിന്നെ ഗരം മസാലയാണ് മെയിനായിട്ട്. ഈ ബിരിയാണിയുടെ മെയിൻ എന്ന് പറയുന്നത് ഗരം മസാലയാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നല്ല ഒന്ന് വഴണ്ട് വരണം. ചെറിയ തീയിൽ വേണം വഴട്ടാൻ. ഈ പൊടികളെല്ലാം ഇട്ടിട്ട് ചെറിയ തീയിൽ വേണം വഴട്ടിയെടുക്കാൻ. ഇതെല്ലാം വഴണ്ട് വരുമ്പം ഒരു 1/2 ഗ്ലാസ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് കൂടെ ഒഴിച്ചിട്ട് നല്ല ഇളക്കണം. നല്ല ആ മസാലയും സവാളയും എല്ലാം കൂടെ നല്ല ഒന്ന് ഇളക്കണം. എന്നിട്ട് വേണം നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ല വഴട്ടിയെടുക്കണം. ഇത് വളരെ ഈസി ആയിട്ട് വയ്ക്കാം. നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ഈ റൈസും ഈ ചിക്കനും ചിക്കൻ്റെ മസാല എല്ലാം കൂടെ ആകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, ഒരു നല്ലൊരു മണവും. എന്നിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിന ഇലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് ബാസ്മതി റൈസ് ദാവത്തിൻ്റെയാണ് എടുത്തേക്കുന്നത്. അത് ഞാനൊരു 10 മിനിറ്റ് കഴുകി വെള്ളത്തിലിട്ടതിന് ശേഷം ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് ഈ ചിക്കനകത്തോട്ട് നമ്മൾ ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വെന്ത് കഴിഞ്ഞ് ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകും. അപ്പം അതിന് മുന്നേ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കരുത്. എന്താണെന്ന് പറയാൻ നമ്മൾ കുക്കറിലായതുകൊണ്ട് ഒരു 1.5 ഗ്ലാസ് 1.25 ഗ്ലാസ് ഒഴിക്കാവും. അതുമല്ല, നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ അരിയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വെള്ളത്തിനകത്ത് കുതിർത്തിട്ടാണ് നമ്മൾ കഴുകിയെടുത്ത് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം വെച്ചില്ല എന്നുണ്ടെങ്കിൽ അരി വെന്ത് കലങ്ങിപ്പോകാനും ചാൻസ് ഉണ്ട്. നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവാണ്, കറക്റ്റ് ടൈമാണ്, കറക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാം. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ദം ബിരിയാണി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിരിയാണിയൊക്കെ വെച്ചതിന് ശേഷം ദമ്മിടണമെന്നുണ്ടെങ്കിൽ തന്നെ 1 മണിക്കൂർ എടുക്കും. ഇതാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഹാഫ് ആൻ അവറിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം സുഖമായിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ബിരിയാണിയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെയാണ്. ബിരിയാണിയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും നട്ട്സും കിസ്മിസും നെയ്ക്കകത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു ഈ ബിരിയാണിക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.